കാണുമ്പോൾ ഒരു രോമാഞ്ചം വരുന്നുണ്ട്. റിവ്യൂ ഒക്കെ കണ്ടിരിക്കാമെന്നുള്ളതിൽ കവിഞ്ഞ് അത് തിയേറ്ററിൽ വന്നിരുന്ന് കാണത്തക്ക എഫക്ട്സ് ഒന്നുമില്ല. സെക്കൻഡ് പാർട്ട് എന്തായാലും ഉണ്ട്. 2025 സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്. തുടക്കത്തിൽ ഇച്ചിരി ഒരു മുൻഷിപ്പ് തോന്നണം. പുരാണം എന്ന് പറയുന്നതിലുപരി നല്ല ക്രിയേറ്റിവിറ്റിയും അങ്ങനെയെല്ലാം ഉണ്ട്. കാണുമ്പോൾ ഒരു രോമാഞ്ചം വരുന്നുണ്ട്. ഇല്ല, വെറുതെ വന്നതാണ്. ഇത്രയും പ്രതീക്ഷിച്ചില്ല. കൊള്ളാം. തെലുങ്ക് കന്നഡ സിനിമകളിലൊക്കെ കാണിക്കുന്ന പോലെ നോർമലി അമാനുഷികമായിട്ടുള്ള അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അതെല്ലാം ചിന്തിച്ചുകൊണ്ട് ചെന്നിരുന്ന് കാണാം. പിന്നെ ഇതൊരു സൂപ്പർ ഹീറോ ഫിലിം അല്ലേ. മലയാളത്തിലെ മിന്നൽ മുരളി പെട്ടെന്ന് ഓർമ്മ വരും. അമ്മാതിരി ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. റിവ്യൂ ഒക്കെ കണ്ടിരിക്കാമെന്നുള്ളതിൽ കവിഞ്ഞ് അത് തിയേറ്ററിൽ വന്നിരുന്ന് കാണത്തക്ക എഫക്ട്സ് ഒന്നുമില്ല. OTTയിലോ ഒക്കെ കണ്ടാൽ മതി. ലാഗ് ഇടയ്ക്ക് വരും. അപ്പോൾ ആ ലാഗ് വരുന്ന സമയത്ത് അവർ ഈ ഒരു സെൻറ്റി അമ്മാതിരി സംഭവം എടുത്താൽ കേട്ടോ. അപ്പോൾ നമ്മളങ്ങ് അതിലോട്ട് ഇൻവോൾവ് ആയിരിക്കും. പ്രത്യേകിച്ച് പ്രതീക്ഷയ്ക്കൊന്നുമില്ല. ഇതിനെക്കാട്ടിയും വളരെ നല്ല സൂപ്പർ ഹീറോ മൂവീസ് ഉണ്ടല്ലോ, കണ്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അതുമായിട്ട് താരതമ്യപ്പെടുന്ന ഇതൊന്നുമല്ല. കൊടുത്ത പൈസയൊക്കെ മുതലാവും. നമ്മൾ ആ ഒരു ഇതിലോട്ട് വിശ്വാസത്തോടെ ചെന്നിരുന്ന് കണ്ടാൽ നമുക്ക് മുതലായതായിട്ട് തോന്നും. സിനിമ കൊള്ളാം. പരിപാടിയിൽ ബന്ധപ്പെട്ട് തന്നെ കണ്ടപ്പോൾ കൊള്ളാം. വെറൈറ്റി പടമാണ്. കുഴപ്പമില്ല. നല്ല പടമാണ്. കൊച്ചുകുട്ടികൾ ഫാമിലി ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയ പടമാണ്. പ്രത്യേകിച്ച് കൊച്ചുകുട്ടിയൊക്കെ കൊണ്ടുവന്ന് ഈ ഒരു സമയത്തൊക്കെ കാണിക്കാൻ പറ്റിയ പടമാണ്. റിവ്യൂ ഉണ്ട്, അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്തായാലും ഉണ്ട്. 2025 സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്. കണ്ടിരിക്കാം. എന്തായാലും ആ ഒരു വരദ മരിക്കണ്ടായിരുന്നു എന്നൊരു പേഴ്സണലായിട്ട് ഇതുണ്ട്. പക്ഷേ ബാക്കി കുഴപ്പമൊന്നുമില്ല. നായകൻ കുഴപ്പമില്ല, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. വില്ലനാണെങ്കിലും പറയേണ്ട കാര്യത്തിന് വില്ലൻ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള തന്നെയാണ്. വില്ലൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ വില്ലനായിട്ട് നമ്മുടെ മലയാളത്തിലൊക്കെ ക്രിസ്റ്റഫർ അതുപോലെ സിനിമയിലൊക്കെ വന്നിട്ടുള്ളൊരു വില്ലൻ തന്നെയാണ്. അപ്പം വില്ലൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നായകൻ പുതുതാണെങ്കിലും പക്ഷേ കുഴപ്പമില്ലാതെ കുറച്ച് ആക്ഷൻസൊക്കെ ഇത് വരുന്നുണ്ട്. ഫാൻറ്റസി പടമാണല്ലോ, അപ്പോൾ അതിൻ്റെതായ ഒരു ഇത് വരുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല പടം തന്നെയാണ്. തീർച്ചയായിട്ടും ഫാൻറ്റസി മൂവി ഇഷ്ടപ്പെട്ട് വരുന്നവർക്ക് ഇത് എന്തായാലും പോലെ വേറെ വലുതായ സംഭവം നമ്മൾ സാധാരണ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. പിന്നെ ഇപ്പം എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം അറിയാമല്ലോ. ഇപ്പോഴത്തെ നമ്മുടെ ഈ വിഷയങ്ങളൊക്കെ എല്ലാം ഉള്ളതുകൊണ്ട് ഫാൻറ്റസി ടൈപ്പ് മൂവി ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ട് എൻജോയ് ചെയ്യാം. ജയ് ഹനുമാനാണ് കണ്ടത്. നല്ല സിനിമ. ശരിക്കും ഹനുമാൻ്റെ ചരിത്രം തന്നെയാണ്. നമ്മൾ പിന്നെ സീരിയലൊക്കെ കണ്ടിട്ടുണ്ട്. അത് എന്നാലും സിനിമ കുറച്ചുകൂടെ തുടക്കത്തിൽ ഇച്ചിരി ഒരു മുൻഷിപ്പ് തോന്നണം. പക്ഷേ ഇൻ്റർവെല്ലിന് ശേഷം നല്ല സിനിമയാണ്. കൊള്ളാം. നല്ല എഫക്റ്റൊക്കെ കിടലാണ്. തെലുങ്ക് സിനിമ കത്തിയൊന്നുമില്ല. കൊള്ളാം. സിനിമ കൊള്ളാം. നല്ല സിനിമയാണ്. ഇല്ല, ലേഖമൊന്നുമില്ല.